ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിൽ സ്വന്തം ജ്യേഷ്ഠനെയും ഭാര്യയെയും അവരുടെ 3 വയസ്സുള്ള മകനെയും 16-കാരനായ അനുജൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം ഉണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമിത്, ഭാര്യ രഞ്ജന, മകൻ റയാൻ എന്നിവരാണ് കൗമാരക്കാരന്റെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. കുടുംബ തർക്കമാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. സംഭവം നടക്കുമ്പോൾ മറ്റൊരു മുറിയിലായിരുന്ന പ്രതിയുടെ പിതാവ് അലർച്ച കേട്ടാണ് ഓടിയെത്തിയത്. മുറിയിലെത്തിയ അദ്ദേഹം കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമിത്തിനെയും ഭാര്യയെയും മകനെയുമാണ്. തന്റെ ഇളയ മകൻ കയ്യിൽ മാരകായുധവുമായി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടതായും പിതാവ് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം ഉടൻ തന്നെ അയൽക്കാരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള വൻ സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് വീട്ടിനുള്ളിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന 16-കാരനായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പക്കൽ നിന്നും കൃത്യത്തിന് ഉപയോഗിച്ച രക്തം പുരണ്ട മൂർച്ചയേറിയ ആയുധവും പോലീസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയുടെ പിതാവ് നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും പോലീസും ചേർന്ന് കുറ്റകൃത്യം നടന്ന സ്ഥലം വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൂരമായ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാകാനായി കുടുംബാംഗങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കൊല്ലപ്പെട്ട അമിത്, രഞ്ജന, 3 വയസ്സുകാരൻ റയാൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം തുടർ നടപടികൾക്കായി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ നിലവിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും നിയമപരമായ എല്ലാ നടപടികളും കർശനമായി സ്വീകരിക്കുമെന്നും ഗോരഖ്പൂർ പോലീസ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഇത്തരത്തിൽ കുട്ടിയെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാവിലെയായിരുന്നു സംഭവമുണ്ടായത്. തന്റെ ഇളയ മകൻ ചെയ്ത ഈ പ്രവൃത്തി കണ്ട് ഞെട്ടിയാണ് പിതാവ് ഓടിയെത്തിയത്. എന്തായാലും കുടുംബ തർക്കമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. കുട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊലപ്പെടുത്താൻ മാസങ്ങളോളം പ്ലാൻ ഇട്ട് തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും കയ്യിൽ മാരകായുധവുമായി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കുട്ടി ഇറങ്ങി വരുന്നത് ആ പിതാവ് കണ്ട് ഞെട്ടുകയായിരുന്നു. മുറിയിൽ എത്തി നോക്കിയപ്പോഴാണ് ആ 3 പേരും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹം നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ സ്ഥലത്തെത്തി പോലീസിനെ വിളിച്ചു. കൃത്യത്തിനു ശേഷം മുകളിലത്തെ നിലയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു 16 വയസ്സുകാരൻ. ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.